നമസ്കാരം. ബജറ്റുകളുടെ കാലം. ഇന്ത്യയുടെ ബജറ്റ് ഇത്തവണ പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് ഏകദേശം 1.25 മണിക്കൂർ കൊണ്ടാണ് നിർമ്മല സീതാരാമൻ. എന്നാൽ അതേസമയം നമ്മളെ കൊച്ചു കേരളത്തിൻ്റെ ബജറ്റ് അവതരണം 2.5 മണിക്കൂർ നീണ്ടു എന്നുള്ളതാണ്. ഏകദേശം ഇരട്ടി സമയം. വിവിധ നികുതികൾ മാത്രമല്ല, സർക്കാരിൻ്റെ വാർത്താ വിതരണ പ്രചാരണ കാര്യങ്ങൾക്കും കേരള ബജറ്റിൽ തുക വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ്. 6 കോടി കൂട്ടിക്കുട്ടി 44 കോടിയാക്കി. ഇതിൽ തെളിയുന്ന ഒരു കാര്യമുണ്ട്. സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്നല്ല, ചെയ്യുന്നതിനേക്കാൾ അത് പെരുപ്പിച്ചു പറയുവാനുള്ള വ്യഗ്രത അത് ഈ ബജറ്റിൽ വളരെ പ്രകടമാണ് എന്നുള്ളതാണ്. പ്രധാനപ്പെട്ടത് മാത്രം പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞ് സ്പീക്കർ തന്നെ ഒരു ഘട്ടത്തിൽ ഒരു ഇടപെടൽ നടത്തേണ്ടി വന്ന സാഹചര്യവും ഉണ്ടായി. പദ്ധതിയോട് പദ്ധതി, വിഹിതം നാമമാത്രം. ഈ ബജറ്റിൻ്റെ ദീർഘവീക്ഷണത്തെക്കുറിച്ച് ഭിന്നമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ എങ്ങനെ ഉണ്ടാകാതിരിക്കും? എന്നാൽ ഭരണത്തെ നയിക്കുന്നവരുടെ ദീർഘവീക്ഷണം പ്രത്യേകമായി തെളിഞ്ഞു കാണുന്നു, അല്ലെങ്കിൽ തെളിഞ്ഞു നിൽപ്പുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് വരുവാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് പഞ്ചായത്തുകളെയും നഗരസഭകളെയും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള കൊച്ചു കൊച്ചു വികസന പദ്ധതി, അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ അതുമാത്രമാണ് ഈ ബജറ്റിൽ നിറഞ്ഞു നിന്നത് എന്നുള്ളതാണ്. ഇതിനൊക്കെ വിഹിതവും കൃത്യമായ കർമ്മ പദ്ധതിയും എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഇതാണ് ഒരു ചോദ്യമായി ബാക്കി നിൽക്കുന്നത്. ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾ വരാനിരിക്കെ കുടുംബ സഹായങ്ങൾക്ക് പ്രത്യേക പരിഗണന നൽകിയതായി നമുക്കിതിനകത്ത് കാണാം. ലൈഫ് പദ്ധതി, കാരുണ്യ പദ്ധതി, കെ ഹോംസ്, കൂടാതെ ഈ ഉൾനാടൻ വർക്ക് സ്പേസ്, പഞ്ചായത്തുകളുടെയും ഒപ്പം തന്നെ മറ്റ് മിച്ചഭൂമി വിനിയോഗം എന്നിവയ്ക്കുള്ള ഒരു പ്രത്യേക പരിഗണന. അതാണ് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത. കേന്ദ്ര അവഗണനയ്ക്ക് ഊന്നൽ, പണഞ്ഞെരുക്കം, മാറുന്ന ചിത്രം, കേന്ദ്രത്തിൻ്റെ അവഗണനയെ നിശിതമായിട്ട് വിമർശിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ബജറ്റിൽ. അത് കേരളത്തിൻ്റെ പൊതുവായിട്ടുള്ള ഒരു പരാതിയായിട്ട് കിടക്കുകയും ചെയ്യുന്നുള്ളൂ. കേന്ദ്ര അവഗണനയ്ക്ക് ഊന്നൽ നൽകുമ്പോൾ തന്നെ നമ്മൾക്ക് കേട്ട് തഴമ്പിച്ച പണഞ്ഞെരുക്ക കഥയുടെ അലകും പിടിയുമൊക്കെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിനു മുൻപ് ഒന്ന് മാറ്റിപ്പണിതത്. സർക്കാരിൻ്റെ പ്രതിച്ഛായ മെച്ചപ്പെടുത്തുവാനുള്ള ഉദ്യമം ബജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രി ബാലഗോപാലൻ തുടങ്ങി വെച്ചിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ പണഞ്ഞെരുക്കം കേരളം അതിജീവിച്ചു തുടങ്ങിയെന്നും വരും വർഷങ്ങളിൽ ധനസ്ഥിതി ഏറെയധികം മെച്ചപ്പെടുമെന്നുമൊക്കെ മന്ത്രി കെ എൻ ബാലഗോപാലൻ കഴിഞ്ഞ ദിവസം വളരെ കൃത്യമായി വിശദീകരിക്കുന്നതും കേട്ടു. എന്നാൽ ശരിക്കും നമ്മൾ അതിജീവിച്ചു തുടങ്ങിയോ? ധർമ്മടത്തിന് പ്രത്യേക പരിഗണന കൊടുക്കുന്നു. കൊല്ലത്തിനും വ്യവസായവും സംരംഭകത്വവും പ്രോത്സാഹിപ്പിക്കുന്ന നയം അത് സർക്കാരിനുള്ളത് എന്ന് സമർത്ഥിക്കുവാനുള്ള ഒരു ബജറ്റ് ശ്രമം നടത്തുന്നുണ്ട്. ഇതിനൊക്കെ തക്ക വിഹിതവും വീക്ഷണവും വേണ്ടത്ര പ്രതിഫലിപ്പിക്കുവാൻ കഴിയുന്ന തരത്തിൽ ബാക്കിയുണ്ട്. ഏതായാലും മുഖ്യമന്ത്രിയുടെ സ്വന്തം ധർമ്മടം ആഗോള ക്ഷീരഗ്രാമമാകാൻ പോവുകയാണ്. ബജറ്റിൽ ഏകദേശം 133 കോടി രൂപ ഇതിനായിട്ട് നീക്കിവെക്കുകയും ചെയ്തു. ഭൂനികുതി കൂട്ടിയതിലൂടെ മാത്രം സർക്കാർ സമാഹരിക്കുന്നതാകട്ടെ 100 കോടി രൂപ. ഇനി ധനമന്ത്രി ബാലഗോപാലൻ്റെ നാടായിട്ടുള്ള കൊല്ലത്തിനും കിട്ടി പ്രത്യേകമായൊരു പരിഗണന എന്നുള്ളതാണ്. എന്നാൽ ഭാവി കേരളം എന്ന ബജറ്റ് മുദ്രാവാക്യത്തിനൊത്ത ദീർഘവീക്ഷണം ശരിയായ തോതിൽ ബജറ്റിൽ കാണുന്നുണ്ടോ എന്നുള്ള സംശയം ബാക്കിയാകുന്നു. ക്ഷേമ പെൻഷനിൽ ദീർഘവീക്ഷണം, ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്നൊരു ഊഹാപോഹം ബജറ്റിന് മുമ്പ് കറങ്ങി നടക്കുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷേ അതുണ്ടായില്ല. അതെന്തുകൊണ്ടുണ്ടായില്ല എന്ന് ഞാൻ പറയാം. പിണറായി സർക്കാരിന് 2ാം ഊഴം നൽകുന്നതിൽ പ്രധാന പ്രലോഭനമായി മാറിയ ഇനങ്ങളായിരുന്നു ഈ പെൻഷനും റേഷൻ കിറ്റ് എന്നിവയെന്ന വിമർശനം വ്യാപകമാണ് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. 3ാം ഊഴത്തിനുള്ള പ്രലോഭന ഇനമായിട്ട് പെൻഷൻ വർധന അടുത്ത വർഷത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ് എന്നുള്ളത് കരുതുന്നവർ ഏറെയാണ്. പക്ഷേ അതാണ് അതിൻ്റെ ശരി. 12ാം ശമ്പള കമ്മീഷൻ ഇല്ലാതെ പോയതിന് നഷ്ടപരിഹാരം എന്നോണം ജീവനക്കാരുടെയും ഒപ്പം തന്നെ പെൻഷൻകാരുടെയും ഒക്കെ പോക്കറ്റിലേക്ക് വിവിധ പ്രഖ്യാപനങ്ങളിലൂടെ 2500 കോടി കൂടി വച്ചു കൊടുത്തിട്ടുണ്ട് ധനമന്ത്രി. അധിക വിഭവ സമാഹരണം 366 കോടി, പൊതുകടം 40,848 കോടി, ഭൂനികുതി, വാഹന നികുതി, കോടതി ഫീസ് തുടങ്ങിയ വർദ്ധിപ്പിക്കുക വഴി അടുത്ത വർഷത്തെ അധിക വിഭവ സമാഹരണം ലക്ഷ്യം വെക്കുന്നത് 366 കോടി രൂപ. റവന്യൂ കമ്മി അപ്പോഴും 27,125 കോടിയോളം ഉണ്ട് എന്നുള്ളതാണ്. റവന്യൂ വരവ് 1.52 ലക്ഷം കോടി, ചിലവ് 1.79 ലക്ഷം. പൊതുകടം 40,848 കോടി. നടപ്പ് വർഷത്തെ പൊതുകടം അതിലും കുറവാണ്, 40,606 കോടി. ഇങ്ങനെ ആർക്കും മനസ്സിലാകാത്ത കുറേ കണക്കുകളും ആർക്കും മനസ്സിലാകാത്ത കുറേ ധനക്കമ്മികളും എന്നൊക്കെ പറഞ്ഞ് ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ച് പൊടിയും തട്ടി ബാലഗോപാൽ സഭയിൽ നിന്ന് പോയി. പക്ഷേ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് സമയമായതുകൊണ്ട് പഞ്ചായത്തുകളെയും നഗരസഭകളെയും ഒന്ന് തലോടി വിടുവാനും ബാലഗോപാലൻ മന്ത്രി മറന്നില്ല. പക്ഷേ ഈ വരുന്ന തിരഞ്ഞെടുപ്പുണ്ടല്ലോ, അതായത് 2026 നടക്കാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ്, ആ തിരഞ്ഞെടുപ്പിൽ ഒരു ജനപ്രിയ ബഡ്ജറ്റ് അവതരിപ്പിക്കുവാൻ തയ്യാറെടുക്കുകയായിരിക്കും ഇപ്പോഴേ ബാലഗോപാൽ എന്ന് പറയേണ്ടിയിരിക്കുന്നു. എൻ്റെ സംശയവും ഞാൻ ചോദിക്കാൻ തുടങ്ങുന്നതും ഇത്ര മാത്രമേ ഉള്ളൂ. ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്
വോട്ട് നേടി വീണ്ടും അധികാരത്തിലെത്താൻ വേണ്ടി മാത്രമാണോ ഈ രാഷ്ട്രീയ പാർട്ടിക്കാർ? അതാണ് എൻ്റെ ചോദ്യം. ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ 5 വർഷം കൃത്യമായി ഭരിക്കൂ. ആ ഭരിക്കുന്ന സമയം നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യം ആ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കൂ. അല്ലാതെ 4 വർഷം കഴിയുമ്പോൾ 5-ാം വർഷം തിരഞ്ഞെടുപ്പ് വരുന്നത് കൊണ്ട് മാത്രം ജനപ്രിയമാക്കുന്ന ബഡ്ജറ്റുകൾ ഉണ്ടാക്കാതിരിക്കൂ. കള്ളന്മാരാണ് നിങ്ങൾ. നിങ്ങളെപ്പോലുള്ള കള്ളന്മാർ ഈ ജനങ്ങളെ ഭരിക്കാതിരിക്കുകയാണ് വേണ്ടത്. ഇല്ലെങ്കിൽ ഇപ്പോൾ ഒരു ക്ഷേമ പെൻഷൻ്റെ ഒരു വർധനമെങ്കിലും ഈ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ഉൾക്കൊള്ളിക്കാമായിരുന്നു. പകരം നിങ്ങൾ ചെയ്തത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സാഹചര്യത്തിൽ ആ ബഡ്ജറ്റിന് ആ വോട്ടെടുപ്പിന് തൊട്ട് മുൻപ് ഒരു ബഡ്ജറ്റ് അവതരണം ഉണ്ടാകും. ആ ബഡ്ജറ്റ് അവതരണ സമയത്തിന് ഒരു ജനപ്രിയ ബഡ്ജറ്റ് ഉണ്ടാക്കി കൊടുക്കാം. നാണമില്ലേ നിങ്ങൾക്ക്? ജനങ്ങളുടെ വോട്ട് നേടി അധികാരത്തിലെത്തിയിട്ട് അവരെ വെറും പൊട്ടന്മാരാക്കരുത്, വിഡ്ഢികളാക്കരുത്, മണ്ടന്മാരാക്കാൻ ശ്രമിക്കരുത്. നിങ്ങളെപ്പോലുള്ള രാഷ്ട്രീയ നപുംസകങ്ങളാണ്. അത് ഒരു പാർട്ടിക്കാരനെ ഞാൻ പറയും. ഇപ്പോൾ ആരാണോ ഭരിക്കുന്ന അവർ തന്നെ, അവർ ചെയ്യുന്നത് തന്നെയാണ് മുൻപ് മറ്റുള്ളവർ ചെയ്തിരുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാം രാഷ്ട്രീയ നപുംസകങ്ങളാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. ജനങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്നവർക്ക് വോട്ടല്ല പ്രധാനം. അവർക്ക് വേണ്ടിയിട്ട് എന്താണോ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് 5 വർഷം കൊണ്ട് ചെയ്ത് പൂർത്തിയാക്കൂ. നിങ്ങളെ ജനങ്ങൾ വീണ്ടും തിരഞ്ഞെടുക്കുക തന്നെ ചെയ്യും. അല്ലാതെ വോട്ടിന് വേണ്ടി 4 വർഷം അധിക നികുതി ഭാരം ഉൾപ്പെടെയുള്ളവ ജനത്തിൻ്റെ തലയിൽ കെട്ടിവെച്ച് അവരെ കൊല്ലാക്കൊല ചെയ്തിട്ട് 5-ാം വർഷം വോട്ടിന് വേണ്ടിയിട്ട് തെണ്ടി നടക്കുന്ന തെണ്ടികളാണ് നിങ്ങൾ. അതുകൊണ്ടാണ് നിങ്ങൾ ആ തെണ്ടിത്തരം കാണിക്കുന്നത് ബഡ്ജറ്റിൻ്റെ വോട്ടെടുപ്പിന് തൊട്ട് മുൻപ്. ഇല്ലെങ്കിൽ ഈ 5 വർഷവും നിങ്ങൾ ജനപ്രിയമായിട്ടുള്ള ബഡ്ജറ്റുകൾ ഉണ്ടാക്കുമായിരുന്നു. ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പ്രിയപ്പെട്ട ബഡ്ജറ്റുകൾ ഉണ്ടാക്കി അവരെ രക്ഷിക്കാൻ ശ്രമിക്കുമായിരുന്നു. ഇതൊന്നും ചെയ്യാതെ അവരെ നട്ടലൊടിച്ചതിന് ശേഷം 4 വർഷവും നട്ടലൊടിച്ചതിന് ശേഷം 5-ാം വർഷം വോട്ട് നേടുന്നതിന് വേണ്ടി മാത്രം നിങ്ങളൊരു ജനപ്രിയ ബഡ്ജറ്റ് ഉണ്ടാക്കി അതിനകത്ത് പിച്ചക്കാർക്ക് കൊടുക്കും പോലെ, അല്ലെങ്കിൽ പട്ടികൾക്ക് എല്ലും കഷ്ണം എറിഞ്ഞു കൊടുക്കുന്നത് പോലെ ഒരു 100 രൂപയുടെ വർധന ക്ഷേമ പെൻഷനിൽ ഉണ്ടാക്കി എന്നിട്ട് വോട്ട് നേടാൻ നടക്കുന്നവരാണ് നിങ്ങൾ. കഴിഞ്ഞ 2021 തിരഞ്ഞെടുപ്പിൽ കാണിച്ച അതേ ഗിമിക്ക്, കിറ്റ് കൊടുക്കുക, ഈ പറയുന്ന ക്ഷേമ പെൻഷൻ പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ട് ക്ഷേമ പെൻഷനിൽ ഒരു 100 രൂപ കൂട്ടിക്കൊടുക്കുക മാത്രം ചെയ്തുകൊണ്ട് ജനങ്ങളെ ഇങ്ങനെ ചൂഷണം ചെയ്യുന്ന ഒരു ഗവൺമെൻറ്, ഒരു സർക്കാർ എന്തിനാണ് ഇവിടെ? ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കൂ. എന്നിട്ട് നിങ്ങൾ വോട്ട് നേടൂ. നിങ്ങൾ ഈ 5 വർഷവും ജനപ്രിയ ബഡ്ജറ്റുകൾ അവതരിപ്പിക്കൂ. അതിനുശേഷം നിങ്ങൾ വോട്ട് നേടുന്നതിന് വേണ്ടിയിട്ട് വോട്ട് തേടി ജനങ്ങളുടെ മുമ്പിലെത്തുമ്പോൾ അവർ തന്നെ നിങ്ങളെ ജയിപ്പിച്ചുകൊള്ളും. അതാണ് വേണ്ടത്. അല്ലാതെ വോട്ടിന് വേണ്ടി ഇങ്ങനെ പിച്ചത്തരം കാണിക്കരുത്. പട്ടികൾക്ക് ഇറങ്ങി കൊടുക്കുന്ന പോലെ ഇങ്ങനെ ഇറച്ചി കഷ്ണം എറിഞ്ഞു കൊടുത്ത് തെണ്ടിത്തരം കാണിക്കരുത്.